നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. വെൽക്കം ടു മൈ പാരഡൈസ്. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? ഇവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. സന്തോഷം പടരട്ടെ. എനിക്ക് മനസ്സിലായി. ഒരടുക്കും ചിട്ടയില്ലാത്ത ജീവിതം എന്റേത്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു ഗോപാലൻ. അപരിചിതത്തിന്റെ ആകാശത്ത് സൗഹൃദത്തിന്റെ നക്ഷത്രങ്ങൾ വിരിയുന്ന ആൽക്കെമിയാണ് കൂടലിനൊപ്പമുള്ള ഈ കൂടിച്ചേരൽ. അപരിചിത മുഖങ്ങളിൽ പരിചിതത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന മാജിക് മൊമെന്റ്സ് ആവണം ഈ കൂടൽ. ഇത് നാടകമല്ല, മര്യാദയ്ക്ക് പറ. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണ്. என்னடா டயலாக் இது? எவன் எழுதி கொடுத்தானே அது இப்படி பேசிட்டு போறான்? ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അത് ക്യാൻസൽ ആക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളേതായാലും നാട്ടിലേക്ക് വിടണം കേട്ടോ. പ്രണയം അത് പ്രാണനെ പോലെയാണ്. പ്രണയമില്ലാത്തടത്ത് പ്രാണനുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാണം പോകുന്നതിനേക്കാൾ വലിയ വേദന തരാൻ പ്രണയത്തിന് പറ്റുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു.